യോഗത്തിന്റെ അധ്യക്ഷവേദിയിലുള്ള ഏറെ ബഹുമാനരായ വ്യക്തിത്വങ്ങൾ, ബഹുമാനരായ BMSന്റെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ചുമതലക്കാർ, ബഹുമാനരായ തൊഴിലാളി സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, ഏറെ വ്യത്യസ്തമായ ഒരു ചടങ്ങ്, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഈ ഹാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നൽകുന്ന ഒരു സ്വീകരണം. ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, BMSന്റെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ പഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. മാറുന്ന കേരളത്തിന്റെ മുഖമായി BMSന്റെ തൊഴിലാളി സുഹൃത്തുക്കളും മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന. ഇപ്പോൾ 3 MLA-മാരെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇതേ ഹാളിൽ BMSന്റെ തൊഴിലാളി സുഹൃത്തുക്കൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് കേരളം മാറുകയാണ്. കേരളത്തിന്റെ മുന്നിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസിത കേരളം വെച്ചു. കേരളം ആ ചർച്ച ഏറ്റെടുത്ത് ഏറെ സജീവമായി മുന്നോട്ട് പോകുന്നു. തൊഴിലാളികളുടെ BMSന്റെ തൊഴിലാളികളുടെ ആവശ്യം, കേരളത്തിലെ പൊതു തൊഴിലാളി സമൂഹത്തിന്റെ ആവശ്യം കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെടാൻ ഇന്ന് 3 പേരുണ്ട് എന്നുള്ളതും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേറിട്ട ഒരു അധ്യായമായി മാറുകയാണ്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഒപ്പമുണ്ടാകും. ഇവിടെ ഇപ്പോൾ BMSലേക്ക് ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഇന്നലകളിൽ അവരുടെ മുന്നിൽ, അവരുടെ മനസ്സിൽ BMSൽ അംഗമെടുക്കണം, BMSന്റെ ഭാഗമാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കേരളത്തിലെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർ മനസ്സുകൊണ്ട് നമ്മോടൊപ്പവും, എന്നാൽ ചില മേഖലകളിൽ അവർ നമ്മോടൊപ്പം അല്ലാതെയും നിന്നു. ഞാൻ NGO സംഘിന്റെ യോഗത്തിൽ പങ്കെടുത്തു. ഇപ്പോ ഈ 3 പേരുടെയും വിജയം കഴിയുമ്പോൾ അവിടെയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മളോടൊപ്പം വരികയാണ്. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റ് ലോട്ടിൽ നമുക്ക് മുന്നിലെത്താൻ കഴിഞ്ഞു. അവരാരും നമ്മുടെ മുമ്പിൽ പോസ്റ്റ് ലോട്ട് തന്നതല്ല, മറിച്ച് അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ലോട്ടുകൾ മാറുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം അതിവേഗം മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഞാൻ വളരെ അവിചാരിതമായി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. ഞാൻ ആദ്യം ഒന്ന് അതിശയിച്ചു. പ്രഗത്ഭരായ മുൻ കേന്ദ്രമന്ത്രിമാർ അവരുടെ നേതാവായി നിയമസഭയിൽ നിൽക്കുക എന്നത് അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. വളരെ പാർലമെന്ററി രംഗത്ത് ഏറെ പ്രാധാന്യമുള്ളവർ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്നും നിയമസഭയ്ക്കകത്ത് ചില കാര്യം ഉന്നയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ചോദിച്ചു, CMR വിഷയം ഉന്നയിക്കണോ അകത്ത് വെച്ച് ഞാൻ ചോദിച്ചു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, കൃത്യമായും ഞങ്ങൾ ഇന്നലെ 3 പേരിരുന്നപ്പോഴും അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം പറയുന്ന ആ വിഷയങ്ങളെ സംബന്ധിച്ച് 4 മിനിറ്റ് സമയമാണ് ആകപ്പാടെ കിട്ടുന്നത്. ഇതിനകത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടേണ്ടത്. അതടക്കം നമ്മൾ കേരള നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കപ്പെടേണ്ട വിഷയങ്ങൾ നേരത്തെ മുരളിയേട്ടൻ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്ക്, ഏകപക്ഷീയമായ അഭിപ്രായങ്ങളിലേക്ക് ഇനി കേരള നിയമസഭയ്ക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം 137 പേർ അപ്പുറത്താണ്, ഇപ്പുറത്ത് 3 പേരേ ഉള്ളൂ. ഈ 3 പേരാണ് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷം. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി കേരള നിയമസഭയിൽ ഒപ്പമുണ്ടാവും. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളുടെയും പ്രശ്നത്തിനോടൊപ്പം ഉണ്ടാവും. ഇപ്പൊ BMSന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ശിവജി സുദർശൻജി ഒപ്പമുണ്ട്. എന്റെ നാട്ടുകാരൻ. 16 മുമ്പേ അടുപ്പമുണ്ട്. 2016-ലെയും 21-ലെയും 26-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. BMSന്റെ എല്ലാ മേഖലകളെയും തൊഴിലാളികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളുമായി അത്തരം ബന്ധവും എനിക്കുണ്ട്. മാത്രമല്ല MAക്ക് പഠിക്കുമ്പോൾ ഇതേപോലെ ഞങ്ങളുടെ മേഖലയിൽ ഇഷ്ടിക നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുണ്ട്. അവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് എൻ്റെ ചില രാഷ്ട്രീയ വിജയങ്ങൾക്ക് കാരണമായിട്ടുള്ളത് തൊഴിലാളി സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ
നിങ്ങളുമായിട്ടുള്ള ആ ആത്മബന്ധം എപ്പോഴും ഉണ്ടാകും. BMS വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം, ദേശീയതയ്ക്കൊപ്പം തൊഴിലാളി താല്പര്യവും മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ നിയമസഭയ്ക്കകത്തും നിങ്ങളുടെ ശബ്ദമായി ഞങ്ങൾ മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പേരിട്ട ഒരു സ്വീകരണം നൽകിയതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു.